ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് 4-ാം ഓണം. ഈ ദിനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ചിങ്ങത്തിലെ ചതയം നക്ഷത്രമാണിന്ന്. അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം. അയിത്തത്തിനും അനാചാരത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവിന്റെ ജന്മദിനം. വിവേചനത്തിന്റെ ഇരുട്ടകലാൻ ഒരുമയുടെ സന്ദേശവുമായി ഇതാ നമ്മുടെ സന്ധ്യാദീപം തെളിയുകയാണ്. ജയ ജയ ശ്യാമളരൂപിണി കാളി, ജയ ജയ അഖിലോദ്ധാരണ കേളി. ജയ ജയ ശ്യാമളരൂപിണി കാളി, ജയ ജയ അഖിലോദ്ധാരണ കേളി. ആനന്ദാമൃതവർഷിണി മഹിതേ, കാലാരാതിനി സേവന നിരതേ. ജയ ജയ ശ്യാമളരൂപിണി കാളി, ജയ ജയ അഖിലോദ്ധാരണ കേളി. ജയ ജയ ശ്യാമളരൂപിണി കാളി, ജയ ജയ അഖിലോദ്ധാരണ കേളി. പരമാനന്ദ സമുദ്ദിത മധവര കലിത മനോഹര നർത്തനലസിതേ. പരമാനന്ദ സമുദ്ദിത മധവര കലിത മനോഹര നർത്തനലസിതേ. ഇരു കൈകൊട്ടി താളമുതിർത്തത തെരു തെരു നടനം ചെയ്തു മഹേഷി. സ്പന്ദന ശിഥിലിത കുന്തള ജഡിലേ, ഇന്ദു കലോല്ലസിതോന്നത നിടിലേ. സ്പന്ദന ശിഥിലിത കുന്തള ജഡിലേ, ഇന്ദു കലോല്ലസിതോന്നത നിടിലേ. ജയ ജയ കാളി സനാതനി ജനനി, ജയ ജയ കാളി സനാതനി ജനനി. ജയ ജയ ഭക്തജനാവനി സുജനി. ജയ ജയ കാളി സനാതനി ജനനി, ജയ ജയ ഭക്തജനാവനി സുജനി. ജയ ജയ ഭക്തജനാവനി സുജനി, ജയ ജയ കാളി സനാതനി ജനനി. ജയ ജയ ഭക്തജനാവനി സുജനി, ജയ ജയ ഭക്തജനാവനി സുജനി. ജയ ജയ കാളി സനാതനി ജനനി. ജനനി ജയ ജയ കാളി സനാതനി. 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 ഇന്നത്തെ നൈമിഷാരണ്യം ഗുരുമഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നു. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് ഈ ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച ആ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇന്ന് ചതയമാണ്. സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ്. ഇന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നൈമിഷാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്പര്യങ്ങളിൽ ഒന്ന്, അതിന് മഹത്വം എന്ന് പറയുന്നത് ഗുരുസമ്പത്താണ്. നമ്മുടെ ഭാരതത്തിൽ നിരവധിയായിട്ടുള്ള ഗുരുക്കന്മാരുടെ സാന്നിധ്യം പല കാലങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. പ്രാചീന കാലത്ത് വ്യാസനും വാൽമീകിയും തുടങ്ങി ഇന്ന് ആധുനിക കാലത്ത് സദ്ഗുരു മാതാ അമൃതാനന്ദമയി വരെയുള്ള നിരവധിയായിട്ടുള്ള ഗുരുക്കന്മാരുടെ പാരമ്പര്യം ഭാരതത്തിന് അവകാശപ്പെടാനുണ്ട്. അതിൽ കേരളത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയും അയിത്തവും എല്ലാം വളരെയധികം ശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മീയത കൊണ്ട് സമൂഹത്തെ മുഴുവൻ ഉദ്ധരിച്ച ഒരു മഹാത്മാവിൻ്റെ ജന്മദിനത്തിൻ്റെ അവസരത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ചെമ്പഴന്തിയിൽ
കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും മകനായിട്ട് ജനിച്ച നാണുവിൽ നിന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന സാക്ഷാൽ ശ്രീ നാരായണ ഗുരുദേവനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര വളരെയധികം യാതനകൾ സഹിച്ചിട്ടുള്ളതായിരുന്നു. ഗുരു ലോകത്തിന് മുഴുവൻ പഠിപ്പിച്ചത് സമഭാവനയുടെ സന്ദേശങ്ങളായിരുന്നു. ഈ ഓണക്കാലത്ത് ചതയം നക്ഷത്രത്തിൽ ഓണം നമ്മൾ ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടെ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്ന ഒരു കേരളം, എല്ലാവരും ഒത്തൊരുമയോടുകൂടി സത്യസന്ധമായിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ പരസ്പരം കൊണ്ടും കൊടുത്തും വളരെയധികം സ്നേഹത്തോടുകൂടി കഴിയുന്ന ഒരു കേരളമാണ് ഗുരു സ്വപ്നം കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ഗുരുദേവൻ്റെ ജന്മദിനം വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാനും സാധിക്കണം. അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള സംഭവ വികാസങ്ങളുണ്ട്. അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള ഒന്ന് അരുവിക്കരയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതിഷ്ഠയാണ്. ഈശ്വരൻ എല്ലാവരുടേതുമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗുരുനാഥനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അക്കാലത്ത് പല ജാതി വ്യവസ്ഥയിലുള്ള ആളുകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഗുരു നെയ്യാറിൻ്റെ സമീപത്തുള്ള അരുവിക്കരയിൽ ശിഷ്യന്മാരോടൊപ്പം എത്തുന്നത്. ഗുരു ഒരുപാട് സമയം ധ്യാനത്തിലിരുന്നു. അദ്ദേഹം നെയ്യാറിനകത്തുള്ളൊരു ഗുഹയിലായിരുന്നത്രേ ധ്യാനത്തിലിരുന്നത്. അതിനുശേഷം നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്ത് അദ്ദേഹം മുങ്ങി എന്നാണ്. തിരിച്ച് അദ്ദേഹം ആ നദിയിൽ നിന്ന് പൊങ്ങി വന്നത് ഒരു ശിലാവിഗ്രഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ധരിച്ചുകൊണ്ടായിരുന്നു. ആ ശിലാവിഗ്രഹത്തെ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് ആ അരുവിക്കരയിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അത് മഹാദേവന്റെ സാന്നിധ്യമാണ് എന്ന് മുഴുവൻ ദേശവാസികളോടും അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് വലിയ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം അക്കാലത്ത് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുക എന്നുള്ളത് സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം വിധിയുള്ള ഒന്നായിരുന്നു. ആ സമയത്താണ് ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയും ആരാധിക്കാൻ ഒരു ആരാധനാലയം വേണം എന്നുള്ള വലിയ ഒരു മനസ്സോടുകൂടി അദ്ദേഹം അരുവിക്കരയിൽ മഹാദേവന്റെ പ്രതിഷ്ഠ നടത്തുന്നത്. അക്കാലത്ത് ജാതിക്കോമരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ വലിയ വിരോധം ഉണ്ടായിരുന്നു. ഇത് നടത്താൻ അങ്ങ് ആരാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അക്കാലത്തും അദ്ദേഹം നേരിട്ടിരുന്നു. വളരെ സരസമായി എന്നാൽ ഏറ്റവും അധികം ചിന്താമഗ്നമായിട്ടുള്ളൊരു മറുപടിയാണ് അദ്ദേഹം തന്നെ ചോദ്യം ചെയ്തവർക്ക് കൊടുത്തത്. ഞാനിവിടെ പ്രതിഷ്ഠിച്ചത് ഞങ്ങളുടെ ശിവനെയാണ്, നമ്മുടെ ശിവനെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരിലുമുള്ള ഈശ്വര ചൈതന്യത്തെ തന്നെ ആ ശിവനിൽ കാണാൻ അദ്ദേഹം തൻ്റെ അനുയായികളോടും തൻ്റെ ഭക്തരോടും എല്ലാ കാലത്തും നിർദ്ദേശിച്ചുകൊണ്ടേയിരുന്നു. വിദ്യയിലൂടെ പ്രബുദ്ധരാവാൻ അദ്ദേഹം നമ്മളെ മുഴുവൻ പഠിപ്പിച്ചു. അദ്ദേഹം ഡോക്ടർ പൽപ്പുവിൻ്റെയൊക്കെ തന്നെ ഉപദേശങ്ങളിൽ നിന്ന് അദ്ദേഹം ആരംഭിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് വിളിക്കപ്പെടുന്ന മഹത്തായിട്ടുള്ള സംഘടന ഇന്ന് ലോകം മുഴുവൻ ശ്രീനാരായണ ദർശനങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ശിവഗിരിയിൽ അദ്ദേഹം സ്ഥാപിച്ച ആശ്രമം, ആലുവയിൽ അദ്ദേഹം ആരംഭിച്ച അദ്വൈതാശ്രമം, ഇങ്ങനെ തുടങ്ങി എത്രയോ ആശ്രമങ്ങൾ, എത്രയോ ക്ഷേത്രങ്ങൾ, ഇതൊക്കെ തന്നെ ഗുരു തൻ്റെ അനുയായികൾക്ക് വേണ്ടി, തൻ്റെ ഭക്തർക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി നൽകിയാണ് അദ്ദേഹം സമാധ്യാവസ്ഥയിലേക്ക് പോയത്. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടുകാർ എന്ന രീതിയിൽ കൂടിയാണ് മലയാളികളെ ലോകം അറിയുന്നത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ഒരു ജന്മദിനത്തിൽ, വിശേഷിച്ച് ഈ ഓണക്കാലത്ത്, സർവധർമ്മ സമഭാവന എന്ന സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം മുറുകെ പിടിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ വളർന്നു വരട്ടെ. എല്ലാവരിലുമുള്ളത് ഒരേ ശിവനാണ് എന്ന് ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച ആ സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദപങ്കജങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിൽ ലോകം മുഴുവനുള്ള ആളുകൾക്കും സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേവരെ. മതങ്ങൾക്കതീതമായി മനുഷ്യൻ, മറ്റാരും ഈ മധുരാക്ഷരമന്ത്രം ചൊല്ലിയില്ലിന്നേവരെ. മരണം മരണം
എന്നെപ്പോഴും ഓർമ്മിപ്പിക്കും മതം ആ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി. കർമ്മത്തിൽ നിന്നേ ധർമ്മചൈതന്യം വിളയിച്ച നമ്മുടെ ജന്മാന്തര സഞ്ചിത സംസ്കാരങ്ങൾ ആ ശിവഗിരിക്കുന്നിൽ കത്തിച്ച വിളക്കത്ത് വിശ്വസൗഹാർദ്ദത്തിന്റെ യജ്ഞമൊന്നാരംഭിച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ, ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ, ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. മരണേ മമ ഗുരുമന്ദിരരമണേ മതിവരണേ, കരണേ മമ ഹരിതൻ മൃദുചരണേ ഗതി ശിവനേ. ഇനി ഇങ്ങനെ ജനനീ ജനജഠരേ അധിവാസം, പനിമാമല മകൾ തൻവര വെറുതേ അരുളരുതേ. മുരളീരവ തരളീകൃതവന വല്ലവ വനിത, വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരപതിയായി കലരുന്നൊരു നല ജീവിതമിവനേകുക ശിവനേ. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനേ, ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ. മലർ സായക മദസൂദന മധുസൂദന ദയിത, മരണാർണവ തരണപ്ലവ മരുണാംബുജ സുഭഗം. ശരണം തിരുജവ സൽപുരവരതേ മമ ശരണം. സോമനാഥ മല്ലികാർജുന മഹാകാളേശ്വര, ഓം ഗുരു ദക്ഷിണാമൂർത്തേ പരമഗുരുവേ. സോമനാഥ മല്ലികാർജുന മഹാകാളേശ്വര, ഓം ഗുരു ദക്ഷിണാമൂർത്തേ പരമഗുരുവേ. ജഗന്മോഹന ദിഗംബര സംഹാര കാലഭൈരവ, ഡമരുകതാളമേളം ശിവതാണ്ഡവമേളം. ഓരോ ആഘോഷങ്ങളും ഉത്സവങ്ങളും മനുഷ്യ സമൂഹത്തിന്റെ ഐക്യത്തിനു വേണ്ടിയുള്ളതാകണം. ഓണം വിടചൊല്ലാനൊരുങ്ങുന്ന ഈ സന്ധ്യയിൽ ശുഭാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.